ദൈവനാമത്തിന് മൊത്തം ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ പിതാവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഈ നല്ല പകൽക്കാലം ഞാൻ കടന്നു വരുന്നു. എന്നോട് കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. വാക്കിനാലോ പ്രവൃത്തിയാലോ ചിന്തയാലോ ഞങ്ങൾക്ക് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്നെ അറിയുവാനും നിന്നെ സ്നേഹിക്കുവാനും നിന്റെ സ്നേഹം അനുഭവിക്കുവാനും നീ ഞങ്ങളെ ഇടയാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാതയിൽ ഞങ്ങളെ നടത്തണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കരങ്ങളെ പിടിച്ച ദൈവമേ, നീ ഒരു നാളും ഞങ്ങളെ തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവമേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും നിൻ്റെ വചനം പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയത്തെ വീണ്ടും നീ ശുദ്ധീകരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ രക്തത്താൽ നീ ഞങ്ങളെ കഴുകിയല്ലോ, അതിനാൽ നന്ദി പറയുന്നു കർത്താവേ. എല്ലാ പാപങ്ങളും നീ ഞങ്ങളോട് ക്ഷമിച്ചല്ലോ, അതിനാൽ നന്ദി പറയുന്നു കർത്താവേ. എന്നാൽ അതിലുപരിയായി പാപരഹിതമായ ജീവിതം ജീവിക്കുവാൻ, നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുവാൻ, ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ അധികമായി തെരുമാറാകണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്നെ സ്നേഹിക്കുന്നവർ അവർ വിഗ്രഹങ്ങളെ വിട്ടൊഴിഞ്ഞ് നിൻ്റെ ഇഷ്ടം ചെയ്യും. അന്യദൈവങ്ങളിൽ ആശ്രയിക്കുന്നതിന് പകരം നിന്നിൽ ആശ്രയിക്കും. അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായിരിക്കും എന്നതിൻ്റെ വചനം പറയുന്നല്ലോ കർത്താവേ. ദൈവമേ, മറ്റുള്ളവരെ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ പലരുടെയും പാപങ്ങൾ കണ്ട് അവരെ വിധിച്ച് അവർക്കെതിരെ എല്ലാ സമയവും ഒരു കയ്പുള്ള ഹൃദയവുമായിട്ട് ഞങ്ങളിരിക്കാൻ ഇടവരരുത് കർത്താവേ. എല്ലാവരോടും ക്ഷമിക്കാനും അവരെ സ്നേഹിക്കുവാനും നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാലും ആരെയും കർത്താവെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നോവിക്കാനോ ഉപദ്രവിക്കുവാനോ ഞങ്ങൾക്കിടയാകരുത് എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഞങ്ങളെല്ലാവരും അറിയുന്നുണ്ട്. എങ്കിലും ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്നേഹിക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾക്കറിയാമെങ്കിലും അതിലുപരിയായി അവരെ സ്നേഹിക്കുവാനും അവരോട് ക്ഷമിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു നിൻ്റെ വചനം പറയുന്നു കർത്താവേ. ദീർഘമായി ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പൈശാചികതയോടും ക്രൂരതയോടും ദുഷ്ടതയോടും വിട്ടുവീഴ്ചയില്ലാതെ എതിർത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പാപസ്വഭാവങ്ങളോടും എതിർത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കണ്ണ് എപ്പോഴും നിന്നിലായിരിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തന്നിലേകാഗ്ര ചിത്തന്മാരായവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഈ ഭൂമിയിലൊക്കെയും മൂടാടി നടക്കുന്നു നിൻ്റെ വചനം പറയുന്നു കർത്താവേ. നിൻ്റെ കണ്ണുകൾ ഞങ്ങളെ കാണുന്നു, നിൻ്റെ കരങ്ങളിൽ നീ ഞങ്ങളെ വഹിക്കുന്നു, നിൻ്റെ ഉള്ളം കരത്തിൽ നീ ഞങ്ങളെ വരച്ചിരിക്കുന്നു കർത്താവേ. നിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നീ ഞങ്ങളെ കാക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കാനും ഇതെല്ലാം അനുഭവിക്കുവാനും ഞങ്ങളെ ഓരോ ദിവസവും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ സ്നേഹത്തോടെ ഇരിപ്പാൻ, സമാധാനത്തോടെ ഇരിപ്പാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ കർത്താവേ, എല്ലാവർക്കും വേണ്ടി കരുതുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, മറ്റുള്ളവരെ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെ കൊല ചെയ്യുകയോ വ്യഭിചാരം ചെയ്യുകയോ അവരുടെ നന്മകളെ മോഷ്ടിക്കുകയോ അവരെക്കുറിച്ച് കോർട്ടിൽ കള്ളസാക്ഷ്യം പറയുകയോ അവരുടെ സാധനങ്ങളെ മോഹിക്കുകയോ ചെയ്യുകയില്ലല്ലോ കർത്താവേ. അതിനാൽ നിൻ്റെ സ്നേഹത്താൽ, നിൻ്റെ ദിവ്യ സ്നേഹത്താൽ നിറച്ച് ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ആ ടെററിസ്റ്റ് അറ്റാക്കിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ദൈവമേ, അതിനുള്ള മറുപടി കൊടുക്കുവാൻ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ നീ ബലപ്പെടുത്തി, ഞങ്ങളുടെ സൈന്യത്തെ നീ ബലപ്പെടുത്തി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇനിയും നീ ഞങ്ങളെ ബലപ്പെടുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. പൈശാചികതയോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളുടെ രാജ്യത്തിലുള്ള എല്ലാവരെയും നീ സഹായിക്കണമേ.
എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കാൻ ഈ വിഷയത്തിൽ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും കർത്താവെ വിഷയങ്ങൾ മനസ്സിലാക്കാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനെതിരെയും ഞങ്ങളുടെ മിലിറ്ററിക്കെതിരെയും ഞങ്ങളുടെ രാജ്യത്തിനെതിരെയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരോട് കർത്താവെ നീ ക്ഷമിക്കണമേ. അവരോട് ക്ഷമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. എങ്കിലും ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാതിരിക്കുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ഈ രാജ്യത്തിൽ നീ ആക്കി വെച്ചു. ഞങ്ങൾ ഈ രാജ്യത്തിൽ ജനിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഞങ്ങൾ ജനിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അത് നീ നിർണയിച്ച പ്രകാരമാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ രാഷ്ട്രം ഈ ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ആ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലോ പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിൽ രാഷ്ട്രത്തിനെതിരെയും രാഷ്ട്രത്തിൻ്റെ മിലിറ്ററിക്കെതിരെയും ഈ രാഷ്ട്രത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെയും അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ നീ അനുവദിക്കരുത് എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്നവർക്ക് വിവേകം കൊടുക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് അവർ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവെ, അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രത്തെ അവർ അപമാനിക്കുന്നു. അവരുടെ രാഷ്ട്രത്തെയും അവരെ തന്നെ സംരക്ഷിക്കുന്ന മിലിറ്ററിയെയും അവർ അപമാനിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ അവർക്ക് കൃപ തരണമേ. അവരുടെ വാക്കുകൾ വളച്ചൊടിച്ച് പാകിസ്ഥാനികൾക്കും മറ്റ് തീവ്രവാദ രീതിയിലുള്ള സ്വഭാവമുള്ള വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നതും കൂടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. കർത്താവെ, പ്രാർത്ഥിക്കുകയല്ലാതെ ഉപരിയായിട്ട് ഞങ്ങൾക്ക് ഈ മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. കർത്താവെ, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന, വിവേകത്തോടെ പ്രവർത്തിക്കുന്ന, മറ്റ് മനുഷ്യരോട് വിവേചനം കാണിക്കാതെ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രത്തെ നയിക്കുന്ന പ്രധാനമന്ത്രിയെ നീ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേതാക്കന്മാരെ നീ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമം ഞങ്ങളിലൂടെ മഹത്വമെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിൽ ദൈവസ്നേഹവും നന്മയും അധികമായി ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നതിനാൽ നന്ദി. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുവെങ്കിൽ അവരുടെ രോഗങ്ങൾ കർത്താവെ നീ സൗഖ്യമാക്കി കൊടുക്കണമേ. ആ രോഗങ്ങൾ വഹിക്കാനുള്ള ശക്തി അവർക്ക് കൊടുക്കണമേ. ആശ്വാസം നീ അവർക്ക് കൊടുക്കണമേ. അവരുടെ കൂടെ നീ ഉണ്ട്, ഒരു ബലമായിട്ട് നീ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും അവരുടെ കുടുംബജീവിതം നശിച്ചു പോയെന്നോ അഥവാ അവരുടെ മക്കൾ തെറ്റിപ്പോയെന്നോ എന്നുള്ള ഒരു അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവരോട് നീ കരുണ കാണിക്കണമേ. അവരെ നീ സഹായിക്കണമേ. അവരുടെ കുടുംബജീവിതങ്ങൾ സ്നേഹത്തോടെ മടങ്ങി വരുവാൻ ഇടയാക്കണമേ. അല്ല, അവർക്ക് പുതിയ കുടുംബജീവിതങ്ങൾ നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ അത് നീ ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ദൈവമേ, കുഞ്ഞുങ്ങളെ ഓർത്ത് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് മക്കളെ ദാനമായി നീ കൊടുക്കണമേ. മക്കൾ നിൻ്റെ ദാനമാണ് എന്ന് നിൻ്റെ വചനം പറയുന്നു കർത്താവെ. അതേമാതിരി കർത്താവെ, മക്കൾ തെറ്റിപ്പോകുന്നു, ഡ്രഗ്സിലേക്കും ആൽക്കഹോളിലേക്കും പോകുന്നു, എന്നുള്ള സ്മോക്കിങ്ങിലേക്ക് പോകുന്നു, മാത്രമല്ല പഠിക്കുന്നില്ല, ഇങ്ങനെയുള്ള പല വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവരോടും കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഈ നിമിഷം നീ ഏറ്റെടുക്കണമേ, നീ കേൾക്കണമേ. നീ അവരുടെ മക്കൾക്ക് വിവേകം കൊടുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദൂതന്മാരുടെ കാവൽ അവർക്ക് കൊടുക്കണമേ. അവരെ അങ്ങനെയുള്ള ശീലങ്ങളിൽ അവരകപ്പെടാത്ത രീതിയിലും കർത്താവെ നന്നായി പഠിക്കത്തക്ക രീതിയിലും അവർ റെസ്പോൺസിബിളായിട്ടുള്ള രീതിയിൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി അവരുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവരുടെ സമൂഹത്തെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കർത്താവെ, ഞങ്ങളുടെ സ്റ്റേറ്റിന് നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെയുള്ള ചീഫ് മിനിസ്റ്ററിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലല്ലെങ്കിലും കർത്താവെ, ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന ഭരണാധികാരികളെ അവർ ഏറ്റവും മനോഹരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പോസിഷനും ഒരു കൺസ്ട്രക്റ്റീവ് ഓപ്പോസിഷൻ ആയിരിക്കാൻ നീ സഹായിക്കണമേ. അപ്പോൾ തന്നെ കർത്താവെ, പ്രിയ രാജീവ് ചന്ദ്രശേഖരൻ സാറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ഇവിടെ ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയം, ഒരു പുരോഗമനത്തിൻ്റെയും ഒരു വികസനത്തിൻ്റെയും രാഷ്ട്രീയം കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പല പദ്ധതികളുമുണ്ട്. അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി
മാത്രമല്ല ഒരു വിൽ പവറോടുകൂടി ഇവിടെ നടത്തുവാൻ ഇവിടെ ഞങ്ങളുടെ ആളുകൾക്ക് ലഭ്യമാക്കി തരുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള കറപ്ഷൻസും കാര്യങ്ങളും ഒക്കെ മാറ്റുവാനും ഞങ്ങളുടെ റോഡുകളും ഞങ്ങളുടെ സ്ട്രീറ്റ്സും നന്നാകുവാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. കർത്താവേ, നിൻ്റെ ഹിതമെങ്കിൽ, നിൻ്റെ ഇഷ്ടമെങ്കിൽ നീ അദ്ദേഹത്തെ സഹായിക്കണമേ, വിജയിക്കുവാൻ സഹായിക്കണമേ. BJPയെ കർത്താവെ ഒരു ബദൽ മുന്നണിയായി, കർത്താവെ ഈ രണ്ട് മുന്നണികൾ ഒരുപാട് കാലമായി ഞങ്ങൾക്ക് മോഹന വാഗ്ദാനങ്ങൾ തന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന അവസ്ഥകളുണ്ട്. അവിടെ കർത്താവെ BJPയെ നീ എഴുന്നേൽപ്പിക്കണമേ. അവരും കർത്താവെ അവർക്ക് ഈ സ്റ്റേറ്റിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരങ്ങളിൽ ഈ വിഷയങ്ങളെല്ലാം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.